ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിലാ ചോദിക്കേണ്ട കാര്യം. എന്ത് കാര്യത്തിന് ഞാൻ കരാർ കൊടുക്കാത്ത ഞാൻ അയാളോട് ചോദിക്കണം. അതിനല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അയാളോട് നിങ്ങൾ കരാർ തരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ ചോർത്തിട്ടുണ്ട്, ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നവരങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് ഒരു കാര്യം അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്ത് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്ന് ഇത് മോഷണം പോയിട്ടുണ്ടോ, ഇത് എങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോഴേക്ക് അദ്ദേഹം വന്ന് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയും. കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മിനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ല എന്ത് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാ 24 മാതൃഭൂമി കൊടുത്ത എങ്ങനെയാ എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എന്റെ പേരിലെ അച്ചടിച്ചു വന്നത് അനിലക്കരയുടെ ആരോപണം എങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ? അനിലക്കരയോട് എന്താ തെളിവുള്ള ചോദിച്ചോ? അല്ല, അനിലക്കരയോട് ചോദിച്ചോ? അനിലക്കരയുടെ ആരോപണം അയാൾ പറയും. അനിലക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? പി ജയരാജനാണ് എന്താ അയാൾ പിന്നെ സാധനം അയാളെ അയച്ചത്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് എത്ര തെറ്റായ വാർത്തയാണ് കൊടുത്തത്? എങ്ങനെ കൊടുക്കുന്നത്? ജയരാജൻ ഇപ്പൊ പറയുന്നു അങ്ങനെ ആരോപണം ഉന്നയിച്ചു. അനിലക്കരക്കെതിരെ മഹാരാഷ്ട്ര കേസ് കൊടുക്കുക. MR മുരളിന്റെ പണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. MR മുരളിക്ക് ഇത് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. MR മുരളി വക്കീൽ നോട്ടീസ് അയച്ചു. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് വക്കീൽ നോട്ടീസ് അയച്ചു. എനിക്കതിലൊന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കലാണ് പത്രധർമ്മം എന്നാണ് നിങ്ങൾ ധരിച്ചത്. ആരോപണം ഉന്നയിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് നിങ്ങൾ കൊടുക്കുമോ? ലൈവിലാണെങ്കിൽ കൊടുക്കാം. ലൈവിലാണെങ്കിൽ കൊടുക്കാം. ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു നിലവാരം വേണം. ഇത് കോൺഗ്രസ് അല്ലേ അയാള്? അപ്പൊ കോൺഗ്രസ് എന്തിനാ ഈ ആരോപണം ഉന്നയിച്ചത്? അവർ കള്ളപ്പണവുമായി നടക്കുകയാണ്. ഞാൻ അവര് കള്ളപ്പണവുമായി നടക്കുകയാണ് വോട്ട് പിടിക്കാൻ, വോട്ട് വാങ്ങാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡന്റിറ്റി കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലും ഒപ്പും വെച്ചുകൊണ്ടുള്ള ഐഡന്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്? നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റു മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ടിൽ തെരഞ്ഞെടുപ്പില്ലല്ലോ. അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറെ ആൾ മറ്റു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക. എന്താണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ ഇത്? സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ വോട്ട് ചേർത്തത് ഈ അടുത്താണ്. അപ്പം 6 മാസം പോലും ഇവിടെ താമസിക്കാതെയാണ് അദ്ദേഹം വോട്ട് ചേർത്തിരിക്കുന്നതാണ്. നിയമ നടപടി സ്വീകരിച്ചോളൂ. നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. നിഷേധിച്ചത് തന്നെ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ വരുത്തരുത്. ഞാൻ ഏത് കാര്യം അങ്ങനെ നിഷേധിച്ചെന്ന് പറഞ്ഞു? വൈദേഹെന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പറ? എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരനും അതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഞാനിത് കേട്ടെ. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്.
ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. തെറ്റുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കൂ. DC-യുമായിട്ട് ഒരു കരാറുമില്ലെന്ന് മാത്രമല്ല, ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. കൊടുത്തു. അല്ല, ഇന്നലെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കൊടുക്കുമെന്ന് തന്നെ നടപടിയിലേക്ക് വരാൻ കഴിയുമോ? ഒരു നടപടിക്രമമില്ലേ? അത് അവരോട് ചോദിക്കണം. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. താങ്കൾ ഒരു ആത്മകഥ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് CPM-മായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ അതിലുണ്ടാവുന്ന ഉറപ്പാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ പാർട്ടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആത്മകഥകളൊക്കെ പുറത്തിറക്കൽ. താങ്കൾ പാർട്ടിയിൽ നിന്ന് ഇക്കാര്യം അറിയിച്ചിരുന്നു? അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അജ്ഞതയാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ആത്മകഥ എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട്. ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, ആത്മകഥയാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങും. ഞാൻ എന്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്തതിന് മുമ്പ് ഇതിന്റെ കോപ്പി എന്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇത് അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി അനുമതി വേണം, എന്നാലേ പോകാൻ പറ്റൂ. DC-യുമായിട്ട് ഒരു ഘട്ടത്തിലും ചർച്ച നടത്തിയിട്ടേ ഇല്ല. DC ബുക്കിൽ എന്ത് ചർച്ച നടത്താൻ അവരെന്നോട് വന്നിരിക്കുന്നു. അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ എന്നോട് ചോദിച്ചു, ഫോണിൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കുക. ഇപ്പം നിശ്ചയിക്കുന്നില്ല. ഈ പ്രതിപക്ഷവും BJP പറയുന്നത് EP ജയരാജൻ CPM ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ വന്നത് തന്നെ CPM ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, സംരക്ഷിക്കാമെന്ന് സുരേന്ദ്രൻ പറയുന്നുണ്ട്. EP ജയരാജൻ സംരക്ഷിക്കും. ഞാനിത് പറയട്ടെ. ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രന്റെ നേരെ നടക്കാൻ പറ്റുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പോ സുരേന്ദ്രൻ ഇവിടുന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ? അവരുടെ ശാഖയിൽ ഇപ്പൊ അടി നടക്കല്ലേ? RSSന്റെ ശാഖയിൽ ഇതിന്റെ പേര് അടി നടക്കല്ലേ? സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പുറപ്പെട്ടായില്ല. കൃഷ്ണകുമാറുമായിട്ട് അടി നടക്കല്ലേ? BJPക്കകത്ത് തന്നെയാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. മുരളീധരൻ അസംതൃപ്തിയുമായി നടക്കുകയില്ല. ഇതാണ് കോൺഗ്രസിനകത്തും BJPക്കകത്തും ഉള്ളത്. ഇവർ രണ്ടും ഇവിടെ പരാജയപ്പെടും. അതൊക്കെ മാനസിക രോഗമുണ്ടാവും. ഈ ആത്മകഥയിൽ ഒരു ആസൂത്രണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ആരുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? പാർട്ടി കലത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ? ഒരു ആസൂത്രണം ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു. അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റും. ആരാണെന്നുള്ളത് അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റും. ഞാനത് മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. DC ബുക്സുകാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് മാതൃഭൂമിക്കാരും ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ.